എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 3.6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലും 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ വീട് എലവേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾ എലവേഷൻ ഒന്നുകൂടെ കണ്ടോളൂ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 9.9 കിലോമീറ്ററും, ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 17 കിലോമീറ്റർ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വരുന്നത് തൃപ്പൂണിത്തറയാണ്, 12 കിലോമീറ്റർ. മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും തൃപ്പൂണിത്തറ തന്നെയാണ്, 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു ബസ് റൂട്ട് നോക്കുവാണെങ്കിൽ തൊട്ടടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വെറും 200 മീറ്റർ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ റോഡിന് വളരെ അടുത്താണ്, ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ വീതിയുള്ള വഴിയാണ്. നമുക്ക് ഒരുപാട് വില്ലകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പില്ലറിലൊക്കെ നോക്കുവാണെങ്കിൽ 2 വലിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്യാനുള്ള ഗേറ്റ് ആണ് വയ്ക്കാനുള്ളത്. അതിന്റെ വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. 2 സൈഡിലേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് വയ്ക്കാനായിട്ടുള്ളത്. വീടിന്റെ എലിവേഷൻ സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒക്കെ ഭംഗിയുള്ളതാണ്. കാരണം ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ റോഡ് പോകുന്നത്. സോ നമുക്ക് 2 സൈഡിൽ നിന്ന് നോക്കിയാലും വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാവുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് പെയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം, പില്ലറുകളിലും മുകളിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലെ ബാൽക്കണിയിലൊക്കെ നോക്കിയാൽ നല്ലൊരു ആട്ടുകട്ടിലൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സും ചെറിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു മതിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഇടയ്ക്ക് GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് പീസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീടിന്റെ ഫ്രണ്ടിലൂടെ കാർപോർച്ച കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് ഗേറ്റ് വെക്കാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ഭാഗം ഈ ഒരു സൈഡിലേക്കും ഇവിടെ നിന്നുള്ള ഭാഗം ഈ ഒരു സൈഡിലേക്കും 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഒരു ഗേറ്റ് ആണ് നമുക്ക് ഇവിടെ വരാനുള്ളത്. വീടിന്റെ മുറ്റമാണ് നിങ്ങളീ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ ഒരു 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത്. ഇവിടെ വലിയൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കും കണ്ടിന്യൂ ചെയ്താണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.75 5.25 സെന്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് റൂഫൊക്കെ നോക്കുവാണെങ്കിൽ കവർ ചെയ്ത ഏരിയ വരുന്നുണ്ട്. അതും കൂടെ ഉൾപ്പെടെ 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരെ വരുമ്പോൾ നമുക്ക് ഒരു വലിയ കാറിന് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ചെറിയ കാറുകൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. മെയിൻ പോർച്ച് എന്ന് പറയുന്നത് ഇതാണ്. കവേർഡ് ആയിട്ടുള്ള പോർച്ചിന്റെ അണ്ടറിൽ നമുക്ക് ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാം. പില്ലറൊക്കെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിലും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിണർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. കിണറിനകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഹാഫ് പോർഷൻ ജസ്റ്റ് പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്നതേ ഉള്ളൂ. അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചെങ്കല്ലാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കിണർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീടിന്റെ ബാക്കിലേക്കുള്ള സ്പേസ്, അവിടെ കുറേ ഭാഗങ്ങൾ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ പോർച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള കവേർഡ് പോർച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ഭാഗമാണ്. ഇവിടെ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ വളരെ വലിയ ഏരിയ തന്നെയാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കിയാലും കാണാൻ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീതിയുള്ള വഴി തന്നെയാണ്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു ടെക്സ്ചർ വർക്കിന്റെ ഒരു വോൾ വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് ചെടിയൊക്കെ നടാനായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വോൾ ഹൈറ്റ് വരെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട്, ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പില്ലറിൽ നോക്കിയാലും കാണാം ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പാളിയിലായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നമുക്ക് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി അകത്തുള്ള ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ഏരിയ ആണ് നമുക്ക് ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു അളവ് നോക്കുവാണെങ്കിൽ നമുക്ക് 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ TV വെക്കാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് TV വെക്കാനുള്ള ബോർഡ് മാത്രം വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന രീതിയിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് LED ബൾബ് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയാണെങ്കിൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ബ്ലൂയിഷ് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ 4 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. നമ്മുടെ ഒരു മെയിൻ ഡോറിന്റെ ബാക്കിലായിട്ട് സിംഗിൾ വിൻഡോസ്. നല്ല രീതിയിൽ വെന്റിലേഷൻ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പെയിന്റ് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിന്റെ സ്പേസിലേക്ക് പോകുമ്പോൾ എൻട്രൻസും കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിറയെ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇന്റേണൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസിന്റെ സ്റ്റാർട്ടിങ് തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വുഡൻ ആയിട്ട് വലിയൊരു ഹാൻഡ് റൈൽ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ബാക്കിയെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് മുകൾ വശം വരെ കവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പുകളൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. 14 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ വരുന്ന ഭാഗങ്ങൾ ഇപ്പോൾ വേക്കന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അവിടെ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ ഒരു പോർഷനുള്ള റൂഫ് നോക്കുവാണെങ്കിൽ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്തിരിക്കുന്ന റൂഫിന്റെ ഏരിയ നോക്കുവാണെങ്കിൽ അതേ കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും ഗ്രാഫിക്കൽ ഡിസൈനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഡിസൈനുകളൊക്കെ കൊടുത്ത ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എൻഡിൽ കാണുന്ന റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിറയെ എയർ ഹോൾസ് ഇട്ടിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കാണാം. നമുക്ക് സ്കൈ ആണ് ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ വെളിച്ചം താഴേക്ക് ഇറങ്ങാനായിട്ട് ആയിട്ടിരിക്കുന്ന വെന്റിലേഷൻ ഹോൾസ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ലിവിംഗ് കണ്ടു, ഡൈനിങ് കണ്ടു. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ ആണ് കാണാനുള്ളത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളറിലെ ടെക്സ്ചർ വർക്കിൽ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് ഗ്രാനൈറ്റ് പീസിലാണ്. താഴെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ വലിയൊരു മിററും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളാണ് താഴെ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം കാണാം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് അതുപോലെ തന്നെ കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന വോളിന്റെ 2 ഭാഗത്തായിട്ട് 2 വിൻഡോസ് വെച്ചിട്ടും ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വളരെ കുറച്ച് വർക്കുകളും കൂടെ മാത്രമാണ് ഈ ഒരു വീടിന് പെൻഡിങ് ആയിട്ടുള്ളത്. കാരണം റോഡിന് വളരെ അടുത്തായതുകൊണ്ട് വീട് പെട്ടെന്ന് ചേരാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വന്ന് വീഡിയോ എടുത്തത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ചെറിയൊരു ഡാർക്ക് ഗ്രേ ഡിസൈനും കൂടെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലും സെയിം സൈസ് തന്നെയാണ് വരുന്നത്. 14-10 ഫീറ്റ് തന്നെയാണ് ഇതിനും ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും ഇവിടെ വേറെ 2 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളിലൊക്കെ പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നീട് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് മുകൾ ഭാഗത്തൊക്കെ ഗ്രേ കളറിന്റെ ടൈലുകളും വന്നിട്ട് നല്ല കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ഡൈനിങ് സ്പേസിലാണ് വരുന്നത്. നമുക്കിനി കിച്ചൺ കാണാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും എൻട്രൻസ് നോക്കിയാൽ വുഡൻ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള ഏരിയ കിട്ടുന്നുണ്ട്. ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. പൂജാമ്പറയ്ക്ക് പറ്റിയ സ്പേസ് ആണെങ്കിൽ അതായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഭംഗിയായിട്ട് ഗ്രീൻ ഗ്രാസോ അല്ലെന്നുണ്ടെങ്കിൽ പെബിൾസോ ഒക്കെ ഇട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഏരിയ ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു 5-6 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ കിച്ചൺ ഈ കാണുന്നതാണ്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 3 വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ ഒന്നാമത്തെ കിച്ചണിൽ നിന്ന് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് രണ്ടാമതൊരു കിച്ചൺ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ പോർഷനുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ രണ്ടാമത്തെ ഈ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിലും നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് 2 കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ബേബി മെറ്റലൊക്കെ വിരിച്ച് നമുക്ക് നല്ലൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ചെടികൾ നടേണ്ടവർക്കോ എന്തിനു വേണമെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ഏരിയ ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രെയിറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തേക്കും വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ കയറി വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു വോളാണ് ഒഴിച്ചിട്ട് വെക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് പ്ലഗ് കണക്ഷൻ കൊടുക്കാനും അതുപോലെ കേബിൾ വരാനുള്ള ലൈനും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നേരെ ഈ ഭാഗത്ത് 2 വിൻഡോസും ആ സൈഡിലായിട്ട് ബാക്കിയുള്ള 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ ഡൈനിങ് ഹാളിൽ നിന്നപ്പോൾ കണ്ട റൂഫാണ് ഇപ്പൊ കുറച്ചുകൂടി അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ ഹോൾസ് ഇട്ടിട്ട് അതിലൂടെ സൺലൈറ്റ് വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. ഇവിടെ ബാക്കിയുള്ള 2 ബെഡ്റൂമുകളും കൂടിയാണ് കാണാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ താഴത്തെ സെയിം സൈസ് തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഒരേ സൈസാണ്. 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 വിൻഡോസ്. ബാക്കി ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു ഡോറും കിട്ടുന്നുണ്ട്. മിഡിലുള്ള ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളുണ്ട്. ഇവിടെ നമുക്ക് പെർഗോള പോലുള്ള കുറച്ച് ഓപ്പണിങ്സും ഷോലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്.
ചുറ്റിനും നിങ്ങൾ കണ്ടു നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. എങ്കിൽ പോലും നിറയെ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫിറ്റിംഗ്സ് എല്ലാം നല്ല ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് അടുത്തായിട്ട് കാണാനുള്ളത്. വലിയ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ ഭംഗിയായിട്ട് വീടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയകൾ ഉൾപ്പെടെയാണ് നമ്മുടെ ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് 2750 വരുന്നത്. ഇത്രയും വലിയ ഏരിയ ഒന്നും നോർമലി ആരും തന്നെ കവർ ചെയ്യാറില്ല. പക്ഷെ ഇതിന്റെ ബിൽഡർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റും പൈപ്പ് കണക്ഷനും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണിത്. നമുക്ക് മുകളിൽ ഓപ്പൺ ചെയ്താൽ നേരെ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയയും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ഇവിടെ കാണാനുണ്ട്. ബെഡ്റൂമുകൾക്കൊക്കെ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ വളരെയധികം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിന്റെയും സെയിം സൈസ് തന്നെയാണ് വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ആ ഭാഗത്ത് 2 വിൻഡോസും ഈ വോളിൽ ബാക്കിയുള്ള 4 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലൊരു സ്പേസ് ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെയാണ്. ഒരു വോള് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെബിൾസിന്റെ ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യം കൊടുത്തിട്ട് തന്നെയാണ് നാലാമത്തെ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ടഫിന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റൈൽസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു വുഡന്റെ ആട്ടുകട്ടിലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആട്ടുകട്ടിലോട് ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് കാണാം. പിന്നെയും നമുക്ക് നല്ല രീതിയിൽ ധാരാളം സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് മെയിൻ റോഡിനോട്, അതായത് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. 200 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ 3.6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്കൊക്കെ വെറും 6.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഈസി ആക്സസ് ആണ് ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും നമുക്ക് എത്താനായിട്ട്. നല്ലൊരു വീടാണ്. നിങ്ങൾ കണ്ടു, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ്. നിറയെ ആളുകളൊക്കെ ചുറ്റിനും താമസിക്കുന്നുണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.75 ആണ് ലാൻഡ് അളവ് വരുന്നത്. 5.25 സെന്റിൽ 2750 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന വലിയൊരു കിണർ നമുക്ക് ഇവിടെ ഉണ്ട്. 5.75 സെന്റ് ലാൻഡിൽ 2750 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 89 lakhs ആണ്. 89 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴിയാണ് നിങ്ങൾ ഈ വീട് പർച്ചേസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിലും ഈ വീടിന് അവൈലബിൾ ആണ്. ഞങ്ങൾ തന്നെ അതും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക, വീട് സ്വന്തമാക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.